അസുഖമുള്ളവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടില്ലേ? അസുഖമുള്ളവർക്കല്ലേ ഹെൽത്ത് ഇൻഷുറൻസ് തരേണ്ടത്? ഒരു പ്രശ്നമില്ലാത്തവർ എന്തിനാണ് ഇപ്പോൾ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരോട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അവർ നമ്മളോട് പറയുന്ന മറുപടിയാണിത്. ശരിക്കും നമ്മൾ എപ്പോഴാണ് ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടത്? അതായത് ഇപ്പോൾ നമ്മൾ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ഇൻഷുറൻസ് നമ്മൾ എപ്പോഴാണ് എടുത്ത് വെക്കുന്നത്? ആക്സിഡൻ്റ് ആയതിനു ശേഷമാണ്? അല്ല, അതിനു മുൻപ് നമ്മൾ എടുത്ത് വെക്കും. കാരണം വണ്ടി ആക്സിഡൻ്റ് ആയാൽ അത് ക്ലെയിം ചെയ്യാൻ എനിക്കൊരു ഫുൾ കവർ ഇൻഷുറൻസ് തരുമോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കമ്പനി നമുക്ക് ഇൻഷുറൻസ് തരുമോ? ഒരു കമ്പനി നമുക്ക് തരില്ല. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസിൽ. അസുഖം വന്നാൽ അത് ക്ലെയിം ചെയ്യാൻ ഒരു ഇൻഷുറൻസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ, തരുമോ എന്ന് ചോദിച്ചാൽ ഒരു കമ്പനി നമുക്ക് പോളിസി തരില്ല. കാർ ആക്സിഡൻ്റ് ആയതിനു ശേഷം ഇൻഷുറൻസ് എടുക്കാൻ നോക്കിയാൽ അത് കിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെ അസുഖം വന്നതിന് ശേഷം ഇൻഷുറൻസ് എടുക്കാൻ നോക്കിയാൽ അതും നമുക്ക് കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് അസുഖം വരുന്നതിന് മുൻപ് തന്നെ ഇൻഷുറൻസ് എടുത്ത് വെക്കണമെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത്. എന്തുകൊണ്ടാണ് കമ്പനികൾ പോളിസി തരാൻ നമുക്ക് മടിക്കുന്നത് എന്നതിന് ഒരു സിമ്പിൾ റീസണാണിത്. നമ്മൾ എന്തിനാണ് പെട്ടെന്ന് ഇൻഷുറൻസ് എടുക്കാൻ തീരുമാനിക്കുന്നത്? ഒരുപാട് പൈസ ഹോസ്പിറ്റലിൽ ചിലവാക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പെട്ടെന്ന് ഇൻഷുറൻസ് എടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. ഇത് ഇൻഷുറൻസ് കമ്പനിക്കും അറിയാം. അതായത് നമുക്കൊരു പോളിസി തന്നാൽ മേടിച്ച പ്രീമിയത്തേക്കാൾ കൂടുതൽ പൈസ ക്ലെയിം വരുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന കമ്പനികൾക്കും അറിയാം. അതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് പൊതുവേ കമ്പനികൾ പോളിസി അതുകൊണ്ടാണ് നൽകാത്തത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ